പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ എന്നെ ഉപദേശിച്ച് നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു. നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. വാർദ്ധക്യവും നരയും ഉള്ള കാലത്ത് നീ എന്നെ കൈവിടരുതേ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്കും പ്രാർത്ഥിപ്പാൻ കഴിയുമോ? വാർദ്ധക്യവും നരയുമുള്ള കാലത്തും ദൈവമേ എന്നെ കൈവിടരുതേ, ഇത്രത്തോളം നീ എന്നെ കൊണ്ടുവന്ന് ബാല്യം മുതൽ നീ എനിക്ക് താങ്ങും തണലുമായിരുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല എന്ന് ദാവീദ് പറയാ. വായിക്കാം, അടുത്ത 71-7, 8, 9 വാക്യം. സ്വത്രം നോക്ക്, വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ കൈവിടാതെ ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. സ്വത്രം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എനിക്ക് ബലമുള്ള സങ്കേതമായി എന്റെ ദൈവം എന്റെ കൂടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു വർഷം സ്വർഗം സൂക്ഷിച്ചെങ്കിൽ ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, ബലമായി, സങ്കേതമായി, കോട്ടയായി അടുത്ത വർഷവും നിന്നെ കാക്കുവാൻ കർത്താവ് മനസ്സുള്ളവനായി ഈ പകൽക്കാലം പറയുക, കുഞ്ഞേ, നീ ലോകത്തിലേക്ക് നോക്കാതെ എന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയുന്നത് കേട്ടനുസരിച്ചാൽ ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. സ്വത്രം. എന്താണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്? സ്വത്രം. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, സ്വത്രം, അവിടെ പറയുന്നത് വാർദ്ധക്യവും നരയുമുള്ള കാലത്തും കർത്താവ് നിന്നെ ചുമക്കുമെന്ന്. സ്വത്രം. വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 20, 21, 22 വാക്യം. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 21, 22 വാക്യം. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടിരുന്നുവെങ്കിൽ, അവന്റെ വായിൽ നിന്ന് കേട്ട അഭയയാചന നമ്മുടെ കാതുകളിലെത്തി നമ്മൾ അവനോട് കരുണ കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കഷ്ടത്തിൽ വന്നു വീഴുകയില്ലായിരുന്നു. ഈ പട്ടിണിയും ദാരിദ്ര്യവും കടന്നു പിടിക്കത്തില്ലായിരുന്നു. രോഗം പേറിയ ശരീരവുമായി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഹോസ്പിറ്റൽ തേടി ഓടുകയില്ലായിരുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ ലക്ഷണവിദ്യ നോക്കാൻ പോകത്തില്ലായിരുന്നു. സ്വത്രം. പക്ഷെ നമ്മൾ കേട്ടില്ല, നമ്മൾ അനുസരിച്ചില്ല, നമ്മൾ മറുതലിച്ചു. നമ്മൾ ദൈവസന്നിധി താഴുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ താഴുവാൻ നാം തയ്യാറാകാതെ പോയി. അതുകൊണ്ട് അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും നിന്നെ കടന്നു പിടിച്ചു. എന്നാൽ ആ കഷ്ടങ്ങളുടെ നടുവിൽ വീഴാതെ നിന്നെ ജീവിപ്പിച്ച ദൈവമുണ്ടല്ലോ, ആ ദൈവം ഒരു പകൽക്കാലം കൂടി നിനക്ക് തന്നത്. നീ ദൈവം നിന്നെ നടത്തിയ വഴികളെ വിധങ്ങളെ ഓർക്കട്ടെ. വരും വർഷത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളവനും ജീവിക്കണം. സ്വർഗം നിനക്ക് ദീർഘായുസ് തന്നിരിക്കുമ്പോൾ ഈ അവസാന നിമിഷത്തിൽ ദൈവത്തോട് പറ, കർത്താവേ, നീ മാത്രം മതിയെന്ന്. സഹോദരങ്ങളെ, എത്ര പേര് നമ്മുടെ മുമ്പിൽ ഈ കഴിഞ്ഞ വർഷം വീണു. എത്ര പേര് ഇപ്പോഴും വീണെടുത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ സ്വത്രം ബെഡിൽ അഭയം പ്രാപിച്ചു. എത്ര പേര് നമ്മുടെ പ്രായത്തുള്ളവർ മരണം വഴിയെ ലോകത്തുനിന്ന് പോയി. ഈ പകൽക്കാലവും ഒരു നല്ല ആഹാരത്തിന് വേണ്ടി കെഞ്ചുന്ന എത്ര പേരുണ്ടെന്നറിയാമോ?
ഒരു നല്ല കിടക്കാടമില്ലാതെ ആദ്യമടക്കിടുന്ന കടത്തിണ്ണ നോക്കി ഓടി നടക്കുന്നവർ, സ്വത്രം ഈ ഇന്നലെ രാത്രിക്കാലം ഉറങ്ങാതെ ഇരുന്നിട്ട് പകൽക്കാലം കടത്തിണ്ണകളും മരച്ചുരുൾ കിടന്നുറങ്ങുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? അതിനൊന്നും ഇടവരുത്താതെ കഴിഞ്ഞ 2025 ഈ ഡിസംബർ മാസം ഈ അവസാന ഞായറാഴ്ച വരെ നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാൻ നീ തയ്യാറാകുമെങ്കിൽ ഒരാളും വരുത്താതെ ശേഷിക്കുന്ന കാലം സ്വർഗം നിന്നെ കാക്കും. നിന്നത് നിന്റെ മിടുക്കല്ല കുഞ്ഞെ, നിർത്തിയ ദൈവത്തിന്റെ കരുണയാ. സ്വത്രം നിന്റെ മിടുക്കല്ല കുഞ്ഞ്, നിന്റെ പണമുണ്ടല്ലോ നിന്നെ കൊല്ലാനുള്ളതാ. പക്ഷെ പണം കൊണ്ട് ജീവൻ പ്രാപിക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ആ പണം തന്ന ദൈവത്തിന് മഹത്വം കൊടുത്താൽ അത് നിന്റെ ജീവിതത്തിൽ ഉപകരിക്കും. പണത്തിൽ പ്രശംസിച്ച് ദൈവത്തെ മറന്നുപോയാൽ നിന്റെ ജീവിതം നശിക്കുകയല്ലാതെ, നിന്റെ സന്തോഷം കെടുകയല്ലാതെ, നിന്റെ മക്കളെ ഓർത്ത് നിലവിളിച്ച് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കുകയല്ലാതെ നിന്റെ സന്തോഷം പൂർണ്ണമാകത്തില്ല. എന്നാൽ സകലതും തന്ന ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് ഈ വർഷത്തിന്റെ അവസാനമെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ തലമുറ വരും കാലങ്ങളിലും ശുഭമായി സുഖമായിരിക്കും. ബാലനായി പോയി, ഇളയവനായി പോയി, അവനൊരു കഴിവുമില്ല, എന്നിട്ടും സ്വപ്നം പറഞ്ഞുകൊണ്ട് അവൻ വന്നേക്കുക. അവന്റെ സ്വപ്നത്തിന്റെ ആഴം എന്തുവാ? സ്വത്രം ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ നമസ്കരിക്കും. സ്വത്രം കേട്ടപ്പോ അപ്പനും കൂടപ്പുറപ്പുകൾക്കും എല്ലാം ദേഷ്യമാകുന്നത്. സുവിശേഷം കേൾക്കുമ്പോഴും അത് തന്നെ, സത്യം വിളിച്ചു പറയുമ്പോഴും അത് തന്നെ. മോനെ മോളെ പോകല്ലേ, ചെയ്യല്ലേ, നിക്കല്ലേ, വരല്ലേ, ദൈവകോപം വരും, അത് നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇയാൾ എവിടുത്തേരണേ? എനിക്കറിയാം നടക്കണ്ട എങ്ങനെയാന്ന്. ഇയാൾ എന്നെ ഉപദേശിക്കുമൊന്നും വേണ്ട. അങ്ങനെയുള്ളവരെന്തോ ചെയ്യണം? പോകേണ്ടുന്ന വഴി അടിച്ച് പോയില്ലെങ്കിൽ പോകുന്ന വഴിയൊക്കെ വിട്ടേക്കണം. പോകേണ്ടുന്ന വഴിയെ അടിച്ചിട്ട് പോയില്ലെങ്കിൽ പോകുന്ന വഴി വിട്ടേക്കണം. ഒന്നുകൂടെ പറയാം, പോകേണ്ടുന്ന വഴി അടിച്ചിട്ട് പോയില്ലെങ്കിൽ പോകുന്ന വഴി വിട്ടേക്കണം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരും. അവരെ പിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല. കാൽവറി ക്രൂശിൽ നിനക്കും എനിക്കും വേണ്ടി രക്ഷ തന്ന കർത്താവേ, പോഷനും പോട്ടനും ഒന്നും ആയിട്ടല്ല. നിന്നെ പിശാച് തകർത്ത് ഒരു പരസ്യക്കൊലമാക്കി എല്ലാവരും ഒരു കോമാളിയായപ്പോ അതിന്ന് രക്ഷപ്പെടുത്താൻ ദൈവം ഒരിക്കൽ പദ്ധതിക്കകത്ത് വീഴാതെ, അത് കേട്ടനുസരിക്കാതെ, താൽക്കാലിക ലാഭങ്ങളെ കണ്ടെത്തിക്കൊണ്ട് സ്വത്രം ലോകത്തിനൊരു ഭോഷനായി ജീവിച്ചാൽ പിന്നത്തേതിൽ ആരും നിന്നെ കൈയേൽക്കാൻ കാണത്തില്ല. സ്വത്രം എന്നാൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിർത്തിയത് ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവമുഖത്തേക്ക് നോക്കി നടത്തിയ ദൈവമേ, കരുതിയ ദൈവമേ, അങ്ങയ്ക്ക് നന്ദി. ഈ 2025 അവസാനത്തോളം നീ എന്നെ കൊണ്ടുവന്നതിന് നന്ദി എന്ന് പറഞ്ഞ് മഹത്വം ദൈവത്തിന് കൊടുത്തു നോക്ക്. നിന്റെ എല്ലാ കുറവുകളെയും, നിന്റെ എല്ലാ പരാജയങ്ങളെയും, നിന്റെ എല്ലാ ബലഹീനതകളെയും കർത്താവ് തന്റെ പുണ്യാഗ്രഹം കൊണ്ട് കഴുകി പുതുവർഷത്തിൽ പുത്തൻ നന്മയുമായി സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരും. പലരും ഓടിയവർ പലരും നേടിയില്ല. നേടിയവർ പലർക്കും അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. എന്നാൽ നിന്നെയും എന്നെയും സ്വർഗത്തിലെ ദൈവം ഭൂമിയുടെ മുൾപ്പരപ്പിൽ ശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ്. ഒത്രം ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി നിന്നിൽ പൂർണ്ണമാകും വരെയും ഒരു പിശാചിന്റെ കരത്തിലും തകർക്കുവാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് വിശുദ്ധിയിലും വേർപാട് ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. എന്താ വായിച്ചത്? സ്തോത്രം, സ്തോത്രം. ആ
ആ ആ സ്വത്രം. ആ വായിച്ചോ. കേട്ടില്ലല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായി. സ്വത്രം. നിങ്ങളുടെ എല്ലാവരോടും ഞാൻ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാ, നിങ്ങളെ ശത്രു ബന്ധിക്കാതിരിക്കാൻ വേണ്ടിയാ, നിങ്ങളുടെ കണ്ണുനീര് മാറാൻ വേണ്ടിയാ, നിങ്ങളുടെ കലവറ ശൂന്യമാകാതിരിക്കാൻ വേണ്ടിയാ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിയിൽ പട്ടുപോകാതിരിക്കാൻ വേണ്ടിയാ, നിങ്ങളുടെ കൂട്ടാളി നന്മ അനുഭവിക്കുന്നതിന് വേണ്ടിയാ, നിങ്ങളുടെ ഭവനത്തിനകത്ത് സന്തോഷം നിലനിൽക്കേണ്ടതിന് വേണ്ടിയാ. സ്വത്രം. വല്ലോ കേട്ടോ? വല്ലോ അനുസരിച്ചോ? പറ്റിപ്പോയി കർത്താവേ, സംഭവിച്ചു പോയി കർത്താവേ, എൻ്റെ കുറവായിരുന്നു, പറയാഞ്ഞല്ല, കേൾക്കാഞ്ഞല്ല, ഞാൻ ഏറ്റെടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ്. സ്വത്രം. ഞാൻ ഏറ്റെടുത്തില്ല കർത്താവേ, എന്നോട് പൊറുക്കണമേ. പുതിയൊരു വർഷം നീ എനിക്ക് തരുമെങ്കിൽ നിനക്ക് ഹിതമായത് ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും നിന്നെ ഉപദ്രവിക്കുകയും നിന്നെ അപമാനിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ നിന്റെ തല ഉയരും. യോസേഫിന് ആരുണ്ടായിരുന്നു? ആരെങ്കിലും സഹായിപ്പാനുണ്ടായിരുന്നോ? സ്വത്രം. ആരും സഹായിപ്പാനുണ്ടായിരുന്നില്ല. സ്വത്രം. അവനെ ഏതെല്ലാം നിലവാരത്തിൽ തകർക്കാമോ, അവന്റെ സ്വപ്നത്തെ നശിപ്പിക്കാമോ, അവനെ ഇല്ലാതാക്കാമോ, അതാണ് എല്ലാവരും ചേർന്ന് ശ്രമിച്ചത്. സ്വത്രം. അവന്റെ വീടല്ലാത്ത വീട്ടിൽ ചെന്നപ്പോ പോലും അവനെ നശിപ്പിക്കാനാ നോക്കിയത്. ഒടുവിൽ നശിപ്പിച്ചില്ലേ? എന്നേക്കുമായി കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ അവൻ അടയ്ക്കപ്പെട്ടു, ഒരു കണ്ണിനും ദയ തോന്നാതെ. സ്വത്രം. വർഷങ്ങൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൻ ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും അവന്റെ അകത്തൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ അപ്പൻ എന്നെ മറന്നാലും, എൻ്റെ അമ്മ എന്നെ മറന്നാലും, എൻ്റെ കൂടപ്പുറപ്പുകൾ എന്നെ ഓർത്തില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ അപ്പൻ എന്നെ മറന്നാലും, എൻ്റെ അമ്മ എന്നെ മറന്നാലും, എൻ്റെ കൂടപ്പുറപ്പുകൾ എന്നെ ഓർത്തില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്വത്രം. സ്വർഗം അത് കുറിച്ചിട്ടു. സ്വത്രം. സ്വർഗം അത് കുറിച്ചിട്ടു. സ്വത്രം. സമയമായപ്പോൾ, സ്വത്രം, ദൈവത്തിന്റെ സമയമായപ്പോൾ, സ്വത്രം, സ്വർഗം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി. സ്വത്രം. രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി. നിനക്ക് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ പോലും അറിയാത്ത മേഖലകളിൽ സ്വർഗം കരുതുന്നുണ്ട് കുഞ്ഞെ. പക്ഷെ നിന്റെ വിശ്വാസമുണ്ടല്ലോ, അത് ചോർന്നു പോകുന്നിടത്തോളം കാലം, നിന്റെ വിശ്വാസം അവിശ്വാസമായി മാറുന്നിടത്തോളം കാലം നീ തോക്കത്തേ ഉള്ളൂ. പക്ഷേ ദൈവത്തെ മുറുകെ പിടിച്ച് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുന്നുള്ള തീരുമാനത്തോടെ നീ ഒന്ന് നിന്നു നോക്ക്. അവസാന നിമിഷവും നിനക്കായിരിക്കും വിജയം. ചുമ്മാ ഇരുവാസ്റ്റേ, അങ്ങനെ പറയൊക്കെ കണ്ടതാ. നീ കണ്ടില്ല. നീ കണ്ടാൽ ആരെ കാണുമെന്നറിയാമോ? ദൈവത്തെ കാണണം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സ്നേഹിതനും കുടുംബവും ഈ കഴിഞ്ഞ 2 വർഷത്തിനു മുമ്പ് അവർക്ക് വിസ കിട്ടിയത്. അതൊരു 11 വർഷം ദുബായിയുടെ മണ്ണിൽ, കോടതിയുടെ അടുത്ത്, സ്വത്രം, അവർ വിസ ഇല്ലാതെ 2 മക്കളും ഒരു അപ്പനും അമ്മയും താമസിച്ചു. സ്വത്രം. കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമാണ് അവരെ മുന്നിൽ ബാക്കിയുണ്ടായിരുന്നത്. കാരണം എവിടെ ഇറങ്ങിയാലും അവരെ പോലീസ് പിടിക്കും. സ്വത്രം. എന്നാൽ ആ ദുബായിയുടെ മണ്ണിൽ ഞാൻ ചെല്ലുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിൽ ഒരാഴ്ച താമസിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, നാളെ ഞാൻ കോടതിയിൽ പോകണം, എൻ്റെ പേര് കേസ് വീണിരിക്കുക, ഞാൻ പുറത്തു വരുമോ
എന്നെനിക്കറിയത്തില്ല. സ്വന്തം ഓക്കെ, 11 വർഷം ആ ദുബായിയുടെ മണ്ണിൽ വിസ ഇല്ലാതെ നിൽക്കുന്ന 2 മക്കളും ഒരപ്പനും അമ്മയും ഒടുവിൽ പോലീസിനാൽ പിടിക്കപ്പെടുമ്പോൾ സ്വത്രം കോടതിക്കകത്ത് കോടതി മുറി നിൽക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവൾക്ക് അറിയത്തില്ല ദുബായ് എന്താ ഏതാ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആ 2 കൈക്കുഞ്ഞുങ്ങളുമായി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല. സ്വത്രം എൻ്റെ സ്നേഹിതരാ, സ്വത്രം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ അച്ചാച്ചൻ അകത്തു പോയാൽ ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കോടതി ശിക്ഷിക്കത്തില്ല, ഫ്രീ ആയിട്ട് പുറത്തു വിടും. സ്വത്രം അവിടുത്തെ നിയമമേ നമ്മളീ പറയുന്ന പോലെ അവതാ നിയമമൊന്നുമല്ല, ഒറ്റ വാക്കേ ഉള്ളൂ. പക്ഷെ ദുബായ് കോടതിയിൽ രാവിലെ മുതൽ ഉച്ചവരെ കേസ് വാദിച്ചു. കേസ് വാദിച്ച ആ മനുഷ്യൻ വിധി കാത്ത് ഉച്ച കഴിഞ്ഞ് കോടതി കയറി നിൽക്കുമ്പോ ആ കോടതിയിലെ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചു. ഈ കാലം ഇത്രയും ഗവൺമെന്റിനെ കളിപ്പിച്ച് നീ ഇവിടെ നിന്നതിന് നിനക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഉച്ചയ്ക്ക് ജയിലിലേക്ക് പോകാം മനുഷ്യൻ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നാളെ ഫ്രീ ആയിട്ട് പുറത്തു വരും. സ്വത്രം ദുബായിയുടെ നിയമം ചെറുതൊന്നും അല്ലെന്ന് ആലോചിക്കണം. ഒരു എക്സ്ക്യൂസും അവിടെ ഇല്ല. 11 മാസം വിസ ഇല്ലാതെ ഒരു കുടുംബമായി ആ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നു. അപ്പോൾ തന്നെ ചെക്ക് കേസ് 9 എണ്ണം. സ്വത്രം പുറത്തു വരും. ഞാൻ ആ കോടതിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ഭാര്യയും കുഞ്ഞുങ്ങളുടെ മരത്തിന്റെ മുട്ടി ഇരിപ്പുണ്ട്. ഉച്ചയ്ക്ക് ചേട്ടൻ അകത്ത് പോകും, ഈ കുഞ്ഞുങ്ങൾ എങ്ങോട്ടും അവരെ കൊണ്ടുപോകാൻ എനിക്ക് ഒരിടമില്ല. ഞാൻ വിസിറ്റ് ചെയ്യുന്നതാ. പക്ഷെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രിയപ്പെട്ടവന്റെ കേസിന്റെ വിധി പ്രഖ്യാപിച്ചു. സ്വത്രം എത്രയോ ദിറംസ് ഫൈൻ അടയ്ക്കണം. ചെക്കിന്റെ കേസ് നിങ്ങൾ തീർത്തോ, അത് ഈ കോടതിയായിട്ട് ബന്ധമില്ല, നിങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു. എത്രയും വേഗം ഈ രാജ്യം വിടണം. അതിന് 3 മാസം അവധി കൊടുത്തു. കാരണം 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അവിടെ 3 മാസം അവധി കൊടുത്തു. സഹോദരങ്ങളെ, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവ് അത്രയെന്ന് പാടിയാൽ പോഷനല്ല. നമ്മളൊക്കെ പാടുമ്പം അത് ചുമ്മാതങ്ങ് പാടുക. പക്ഷെ ആ ഭക്തൻ പാടിയത് ചങ്ക് തകർന്നാ പാടിയത്. എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. ആ സഹായകൻ ആ മനുഷ്യന് വേണ്ടി ഭൂമിയിൽ ഇറങ്ങിയെങ്കിൽ ദുബായ് കോടതിക്കകത്ത് സ്വർഗമിറങ്ങിയ ആ പാവപ്പെട്ട സഹോദരനെ കുഞ്ഞുങ്ങളെയുമായി യുഎഇയുടെ മണ്ണിൽ നിർത്തിയെങ്കിൽ ഇപ്പോഴും ഞാൻ അവിടെ പോയി. ഇന്ന് അവരൊരു പുതിയ ബിസിനസ് തുടങ്ങി. ഇപ്പോഴവർക്ക് വിസയുണ്ട്. സന്തോഷത്തോടെ അവരിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അവരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, പാസ്റ്റർ ദൈവമില്ലായിരുന്നുവെങ്കിൽ ഒന്നുകിൽ ഞാൻ ജയിലിൽ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ. ഒരിക്കലും നാട് കാണത്തില്ല, കാണാനൊരു വ്യവസ്ഥയുമില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം കരുതി. ഇന്നും ആ സഹോദരങ്ങളും കുഞ്ഞുങ്ങളും കാണുമ്പോൾ പറയും, പാസ്റ്റർ എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല പാസ്റ്റർ. ഞാൻ പറഞ്ഞു, സോറി, ദൈവത്തിന് നന്ദി പറ. ആ സമയത്ത് ഞാനില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ, ആ മനുഷ്യൻ വരുന്നതിനകത്ത് ആത്മഹത്യ ചെയ്തിരിക്കും. കാരണം അവർക്കറിയാം അദ്ദേഹം ജയിലിനകത്താ. കാരണം ചെക്ക് കേസ്, അവിടുത്തെ അനധികൃതമായി നിന്ന കേസ്. പക്ഷെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന് ഒരു 100 അനുഭവത്തിലൂടെ ഇപ്പോഴും എനിക്ക് പറയാൻ കഴിയും. കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ വന്നപ്പോഴും ഈ കഴിഞ്ഞ 365 ദിവസം, ഇനി 2-3 ദിവസം ഉണ്ടല്ലേ, ഇനി എത്ര ദിവസമുണ്ട്? 3 ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ 362 ദിവസം ഈ ഭൂമിയിൽ നിൽക്കാൻ സ്വർഗം എന്നെ സഹായിച്ചു. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. സ്വത്രം വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 26, 27, 28 വാക്യം. Praise the Lord.
അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് അപ്പനായ യാക്കോബിന്റെ അടുക്കലെത്തി. ആരാന്നറിയാമോ? യാക്കോബിന്റെ 7 മക്കൾ. സ്തോത്രം. യാക്കോബിന്റെ മക്കൾ യാക്കോബിന്റെ അടുക്കലെത്തി. എങ്ങനെ എത്തി? വെറും കൈയോടെ അല്ല. തങ്ങൾ എന്താഗ്രഹിച്ചു പോയോ അതുമായിട്ടാ എത്തിയത്. സ്തോത്രം. അത് കൂടാതെ തന്റെ മക്കളെ അനുഗമിക്കുവാൻ രാജാവ് അയച്ച രഥങ്ങളും കുതിരകളും സേവകന്മാരും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, ദൈവിക ദർശനങ്ങൾ മങ്ങി, സ്വത്രം അപ്പനിപ്പോ തന്റെ മകനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ഭവനത്തിനകത്ത് വാർദ്ധക്യവും നരയും വന്നിട്ട് തകർന്നിരിക്കുക. എന്താ യാക്കോബേ നിനക്കിങ്ങനൊരു അവസ്ഥ വന്നത്? എന്താ യാക്കോബേ നിന്റെ പ്രത്യാശയും വിശ്വാസവും നഷ്ടപ്പെട്ടു പോയത്? എന്താ യാക്കോബേ ഇത്രത്തോളം നിന്നെ കൊണ്ടുവന്ന ദൈവത്തെ നിനക്ക് വിശ്വാസമില്ലാതെ പോയത്? എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? നീ സേവിച്ചത് ആരെയാ യാക്കോബേ? സ്തോത്രം. യാക്കോബിന് പറയാൻ കഴിയും, സോറി അപ്പ. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നന്മകളും സ്വത്രം കൊച്ചുമക്കളെയും മക്കളെയും കണ്ടവൻ ഇപ്പൊ തകർന്നിരിക്കുക. എന്താ കാര്യം? എന്താ കാര്യം? പറ. എന്താ കാര്യം? ദൈവത്തിനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു. ഉത്തരം. നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും മറന്നുപോയി. കാലത്തിന്റെ കുത്തൊഴുക്കിൽ യാക്കോബ് മാറിപ്പോയി. കൂടപ്പുറപ്പേ, പിശാച് നിന്നെ നശിപ്പിക്കുവാൻ എന്തൊക്കെ പരിപാടികൾ കൊണ്ടുവരാൻ പറ്റും അതെല്ലാം കൊണ്ട് അതിനകത്ത് വീണ് കിടക്കല്ലേ. സ്വത്രം. ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് തന്നിട്ടായിരിക്കും നിന്നെ വലിച്ചിടുന്നത്. സ്വത്രം. ചിലപ്പോൾ ഒരു ഐസ്ക്രീം തന്നിട്ടായിരിക്കും നിന്നെ വലിച്ചിടുന്നത്. സ്വത്രം. ചിലപ്പോൾ ഒരു ചുരിദാർ വാങ്ങിച്ചു തന്നിട്ടായിരിക്കും നിന്നെ വലിച്ചിടുന്നത്. 10 കിലോ അരി വാങ്ങിച്ചിട്ട് നീ അരി കണ്ടോണ്ട് വീണ്ടുന്ന സങ്കടമില്ലായിരുന്നു. സ്വത്രം. ഇല്ലയോ? 10 ദിവസമെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ട് കിടക്കാമല്ലോ. ഇത് കീറിപ്പോകുന്ന ഒരു തുണിക്കും സ്വത്രം തിന്നു തൂറുന്ന ഒരു ഐസ്ക്രീമും ദൈവത്തെ മറന്നു. ഇപ്പൊ പിശാചിന്റെ കൈ വീണ് കടന്നിട്ട് അയ്യം വിളിക്കുക. അയ്യോ അയ്യോ അവിടെ വേദന, ഇവിടെ വേദന, അയ്യോ അവിടെ മുറിക്കണം, ഇവിടെ കീറണം, അയ്യോ അവിടുത്തെ ഹോസ്പിറ്റലിൽ അത് ചെയ്യണം, ഇൻഡിയോഗ്രാം ചെയ്യണം, ഇൻസ്റ്റാഗ്രാം ചെയ്യണം, അയ്യോ അയ്യോ അയ്യോ. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുമെന്ന് ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്ന് ദൈവത്തിന്റെ വചനം എത്ര പ്രാവശ്യം കേട്ടു. പത്രം. പണ്ടുള്ള ആൾക്കാർ ആരൊക്കെ പറഞ്ഞു ആര് കുത്തിയാലും അരി വെളുക്കണമെന്ന്. സ്വത്രം. കുത്താൻ അറിയുന്നവർ കുത്തിയില്ലെങ്കിലേ, ഇനി കുത്താൻ കൃപയില്ലാത്തവർ കുത്തിയാലേ അരി പൊടിഞ്ഞു ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വല്ല മനസ്സിലായെങ്കിൽ ഒരു അല്ലേലേ പറ. സ്വത്രം. ഈ അരി നെല്ല് കുത്തുന്നതിന് ഒരു കണക്കുണ്ട്. ഉണ്ടോ? നെല്ല് കുത്തിയിട്ടുള്ളവർക്കറിയാം. നെല്ല് കുത്തിയിട്ടുള്ളവർക്കറിയാം. ഈ ഒലക്കകത്ത് ഇടിക്കുന്നവർക്ക് അവർക്കറിയാം അരി കുത്തുന്നൊരു കണക്കുണ്ടെന്ന്. അതിലധികം കുത്തി അത് പൊടിഞ്ഞങ്ങ് പോകും, അരി കിട്ടത്തില്ല. അവസാനം തവിടായിട്ട് കിട്ടും. സ്വത്രം. ഇവിടെ യാക്കോബ് സ്വത്രം കരയേണ്ടി വന്നത് യാക്കോബ് ദൈവത്തിന്റെ മഹത്വം കാണാഞ്ഞിട്ടല്ല, യാക്കോബിന് ദൈവം കരുതാഞ്ഞിട്ടല്ല, സ്വത്രം യാക്കോബിന്റെ മക്കളെ ദൈവം കൊടുക്കാഞ്ഞിട്ടല്ല, യാക്കോബിന് നന്മ കൊടുക്കാഞ്ഞിട്ടല്ല. സകലതും ദൈവം കൊടുത്തു. പക്ഷെ എന്തിനായി പോയി? വിശ്വാസമില്ലാതായി പോയി.
വിശ്വാസമില്ലാതായിപ്പോയി. സ്വത്രം. യാക്കോബിന്റെ ചരിത്രം ഒന്ന് പഠിക്കണേ. നമ്മളെപ്പോലെ സ്വത്രം. കാശ് കിട്ടുമെങ്കിൽ എന്തും കാണിക്കും. സ്വത്രം. കാശ് കിട്ടുമെങ്കിൽ ആരെയും കൂടെ കൂടും. സ്വത്രം. കാശ് കിട്ടുമെങ്കിൽ ആരെയും കൊല്ലും. കാശ് കിട്ടുമെങ്കിൽ ആരെയും കളിപ്പിക്കും. അതല്ലായിരുന്നോ യാക്കോബ്? ആണോ? നിങ്ങൾ ആരും ബൈബിൾ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവസാനം അമ്മായിയപ്പനെ അടവറലോങ്ങ് മുക്കി. അപ്പൊ യാക്കോബ് വിചാരിച്ചെന്ന് പറയാം, എന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറെ ആരുണ്ട്? അങ്ങനല്ലേ? കൂടപ്പുറപ്പുള്ള വീതം വെട്ടിപ്പിടിച്ച് സ്വത്രം അപ്പൻ്റെ അമ്മയുടെയും കണ്ണു വെട്ടിച്ച് കളിപ്പിച്ച് സ്വത്രം അങ്ങ് ജയിക്കാമെന്ന് വിചാരിച്ച് സ്വത്രം. നിന്റെ കളിപ്പീരും വെട്ടിപ്പും തട്ടിപ്പും ഉടായിപ്പും എല്ലാം ഒരു ദിവസം തീരും മക്കളെ. സ്വത്രം. അന്ന് ഇല്ല ചെന്നായിയുടെ വായിലിരിക്കുന്ന കുഞ്ഞാട് കരയുന്ന കരച്ചിൽ കണ്ടിട്ടുണ്ടോ? നേരത്തെ എന്ന് കരഞ്ഞൊരു കുഞ്ഞാട് അയ്യാ എന്നാ വിളിക്കുന്നത്. അതിന്റെ കാരണം തീരാറായി. എന്നാലും അല്ല പന്നി നോക്കുന്ന പോലെ എന്നൊന്ന് നോക്കും. സ്വത്രം. യാക്കോബ് കണ്ണു തുറന്നു. സ്വത്രം. വാർദ്ധക്യം അവനെ ബാധിച്ചു. അവന്റെ കണ്ണുകൾ മങ്ങി. പക്ഷെ ഹൃദയത്തിനകത്തൊരു വേദന ബാക്കി കിടന്നു. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്തൊരു വേദന ബാക്കി കിടക്കുന്നു. തൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. സ്വത്രം. എനിക്കവൻ നഷ്ടപ്പെട്ടു പോയല്ലോ. സ്വത്രം. ഞാൻ ഇന്ന് പകൽക്കാലം പറഞ്ഞ യാക്കോബേ, നീ സേവിച്ചതേ ജീവനുള്ള ദൈവത്തെ ആണെങ്കിലേ നിന്നോട് ചെയ്ത വാഗ്ദത്തവും നീ ദൈവസന്നിധി എടുത്ത തീരുമാനവും ഒന്ന് വിചിന്തനം ചെയ്യടാ മോനെ. ഒന്ന് വിചിന്തനം ചെയ്യടാ. അപ്പോഴാണ് യാക്കോബിന്റെ കാര്യം മനസ്സിലായി. തെറ്റിയത് ദൈവമല്ല, ഞാനാ തെറ്റിയത്. സ്വത്രം. ദൈവമല്ല തെറ്റിയത്, ഞാനാ തെറ്റിയത്. നമുക്ക് ആ ബോധമുണ്ടോ? എവിടെ? എത്ര ബോധത്തിന് കിട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല. കാരണം ഇല്ല പറഞ്ഞത് ചങ്കരം പിന്നെ തെങ്ങേല. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? അവസാനം ഊരിട്ട് ഇങ്ങ് താഴെ വീഴും. അതോടെ എല്ലുകൂടിയും പല്ലുകൂടിയും. സ്വത്രം. പക്ഷെ യാക്കോബ് അകത്തൊരു വേദന. യാക്കോബിനൊരു വേദന. സ്വത്രം. തൻ്റെ ദുഃഖത്തെ, തൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ വിടേണ്ടി വരുമോ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സേവിച്ചതും നിങ്ങൾ ഉയർത്തിയതും നിങ്ങൾ കണ്ണുനീരൊഴുക്കിയതും നിങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ പാദപീഠത്തിലാണെങ്കിൽ നിങ്ങൾ തോൽക്കത്തില്ല. നിങ്ങളുടെ മക്കളെയും നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. സ്വത്രം. ഇരുന്നുറങ്ങിയല്ല, നടന്നുറങ്ങിയല്ല, കിടന്നുറങ്ങി. സ്വത്രം. വായിച്ചേ. സ്വത്രം. 45, 26, 28. സ്വത്രം. എടാ, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ എന്തോ ഭോഷത്തരമായി പറയുന്നത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കുമോ? എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയാ, ഒറ്റയാടി അപ്പൻ ചിലപ്പോൾ മോനെ ചവളയ്ക്കോട്ട് മിണ്ടാതെ പോടാന്ന് പറഞ്ഞോളാം. അങ്ങനെ എൻ്റെ ഒരു ഭാഷ പറയാ. കാരണം അപ്പനെ അമ്മയും സഹോദരങ്ങളെ താഴ്ത്തിയല്ലേ അവൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ കൊള്ളാമോ? സ്വത്രം. അവൻ്റെ പൊട്ട മനസ്സാ. ആ സ്വപ്നം നല്ലതാ, അതുകൊണ്ട് അവനങ്ങ് പറഞ്ഞത്. സ്വത്രം. ഈ എന്നെക്കുറിച്ച് പണ്ടൊക്കെ എൻ്റെ വീട്ടിലുള്ളവരും
പിന്നെ എൻ്റെ അടുത്ത സ്നേഹിതനും പറയും പൊട്ടംപോളെ പൊട്ടംപോളെ എന്ന് വിളിക്കും. അതിന് 2 കാരണമുണ്ട്. എൻ്റെ ഈ ഒരു ചെവി ഇച്ചിരി കഴിവ് കുറവാണ്. അപ്പം ചിലപ്പം വിളിച്ചാൽ ഞാൻ കേൾക്കത്തില്ല. എടാ പൊട്ടാ പോളെ എന്ന് വിളിക്കും. ഇങ്ങനെ പൊട്ടംപോളെന്നും പറഞ്ഞൊരു പേര് എനിക്കുണ്ടായിരുന്നു. ഒരു പൊട്ടനായിരുന്നു യോസഫ്. അവന് ആരോടും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും ദേഷ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്നു. അപ്പോൾ ഒരു നല്ല സ്വപ്നം കണ്ട് അത് നല്ല രസമുള്ളതുമായിട്ട് അപ്പനോട് പറയുകയും ചെയ്തു. എന്നെ ശ്രദ്ധിക്കുന്ന കൂടപ്പിറപ്പുകളെ, ഈ 2025 അവസാന ഞായറാഴ്ച നിങ്ങളോട് പറയട്ടെ, ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. ഹബക്കൂക്ക് 2:3 പറയുന്നെങ്കിൽ അത് വരും, താമസിക്കത്തില്ല. അത് വരും, അതിന്റെ സമയത്ത് അത് വെളിപ്പെടും. അതിന്റെ മഹത്വം നിങ്ങൾ കാണും. അത് കാണാതെ ഈ ലോകത്ത് നിങ്ങൾ മാറ്റപ്പെടത്തില്ല. അത് നല്ല ആരോഗ്യത്തോടെ, ആയുസ്സോടെ, ബലത്തോടെ പ്രാപിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. സ്വത്രം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. സ്വത്രം. യാക്കോബ് തൻ്റെ മകൻ അയച്ച രഥങ്ങളെയും കുതിരകളെയും കാലാൾപ്പടയും കണ്ടപ്പോൾ വചനം പറയുന്നു, അപ്പന് ചൈതന്യം വന്നു. അപ്പൊ ചൈതന്യം നഷ്ടപ്പെട്ടിട്ട് കുറെ വർഷങ്ങളായി. സ്വത്രം അല്ലയോ? അതുകൊണ്ട് ഈ പകൽക്കാലം നഷ്ടപ്പെട്ട ചൈതന്യത്തെ ഒന്ന് തിരികെ പ്രാപിക്കാൻ, സ്വത്രം ഒന്ന് തിരികെ പ്രാപിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. എന്നിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കണം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുന്ന ഏതോ ഒരു സങ്കീർത്തനക്കാരൻ പറഞ്ഞു. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ഇക്കാലം ഇത്രയും ജീവിച്ചത് പോലെ ആകരുത്. 2026 പ്രാരംഭം മുതൽ ഒരു പുതു സൃഷ്ടിയായി, ഒരു പുതു മനുഷ്യനായി, ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ളവരായി, നന്മ ചെയ്യുന്നവരായി, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന പത്രങ്ങളായി നിങ്ങൾ മാറണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. നോക്ക്, യോസേഫ് അയച്ച രഥവും കുതിരയും കണ്ടപ്പോൾ അപ്പന് ചൈതന്യം വന്നു. പക്ഷേ അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ മകനെ വേഗത്തിൽ പോയി കാണും. സ്വന്തം എൻ്റെ മകനെ ഞാൻ വേഗത്തിൽ പോയി കാണും. സ്വത്രം. എനിക്ക് ഈ ഭാഗം യോസഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, തൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെ ആവോളം ദ്രോഹിച്ചിട്ടും തൻ്റെ കൂടപ്പിറപ്പുകളോട് ഒരു ദേഷ്യവും മനസ്സിൽ വെക്കാതെ അവരുടെ വിശപ്പും ദാഹവും തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടത് അധികം കൊടുക്കാനുണ്ടായ മനസ്സ് എവിടുന്നാണെന്നറിയാമോ? മനസ്സെവിടുന്നാണെന്നറിയാമോ? അവന്റെ അകത്തെ ദൈവസ്നേഹമാ. അവന്റെ അകത്തെ ദൈവസ്നേഹമാ. തൻ്റെ അപ്പനോടുള്ള ആത്മാർത്ഥതയാ, തൻ്റെ കൂടപ്പിറപ്പുകളോടുള്ള ആത്മാർത്ഥതയാ, തൻ്റെ അമ്മയോടുള്ള വാത്സല്യമാ. നമുക്കുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നമുക്കുണ്ടോ? അപ്പനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ദേശക്കാരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ വിശ്വാസം വെറുതെയാ. കാര്യം സാധിക്കാൻ വേണ്ടി യേശുവിനെ പിടിച്ചേക്കുക. അത് നീ കർത്താവിന്റെ സന്നിധി പ്രാപിക്കത്തില്ല. എന്നും കഷ്ടവും പട്ടിണിയും രോഗവും ദുഃഖവും ദുരിതമായിട്ട് നീ കിടക്കും. സഹിക്കാനും ക്ഷമിക്കാനും പഠിച്ചില്ലെങ്കിൽ, ചേർത്ത് പിടിക്കാൻ മറന്നുപോയാൽ നീ തനിച്ചാകു കുഞ്ഞെ. അന്ന് ഈ കൂടെ നിന്നവരും കൂട്ടുവന്നവരും കൂട്ടുനിന്നവരും ആരും കാണത്തില്ല. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി നീ കെഞ്ചും. സ്വത്രം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ ഞാൻ കണ്ടു. സ്വത്രം. അദ്ദേഹത്തിന്റെ ഒരു മോൻ ജർമ്മനിയിൽ, ഒരു മോള് ഇംഗ്ലണ്ടിൽ, ഒരു മോൻ ബാംഗ്ലൂരിൽ. ഇന്നലെ വന്നൊരു അപ്പച്ചൻ അറിയാമോ? അവിടെ
കണ്ടു കാണത്തില്ല. സ്വത്രം. ഒരു അപ്പച്ചൻ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രായമായ ഒരു മനുഷ്യൻ. സ്വത്രം. അങ്ങാര് പറഞ്ഞതാ, മക്കളെ രാജകീയ പ്രവടിയില്ല, അപ്പൻ വാടക വീട്ടില്. അപ്പൊ അപ്പനൊരു നേരത്തെ ആഹാരം വേണേ വല്ലവരും കൊടുക്കണം, കാര്യമില്ല. സ്വത്രം. ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ഇപ്പൊ നെയ്യാറ്റിങ്കര വന്ന് വാടക വീട്ടിൽ അവിടെ താമസിക്കുക. ചിലപ്പോൾ ദൈവം അനുസരിച്ച് ഇവിടെ വരും. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? സ്വത്രം. എന്താ ഈ മക്കൾ തള്ളിക്കളഞ്ഞത്? എന്താ മറന്നുപോയത്? നീയേ മഹത്വം ദൈവത്തിന് കൊടുത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ലക്ഷങ്ങൾ മുടക്കി എൻ്റെ മക്കളെ പഠിപ്പിച്ചു. സ്വത്രം. എന്നിട്ട് അപ്പച്ചോ മക്കളെന്ത് ചെയ്യേ? അവര് പറഞ്ഞവരെ വാടന്നു പോയി. എന്താ കാര്യം? നിങ്ങൾ ലക്ഷങ്ങളാ മുടക്കിയത്, പക്ഷെ കർത്താവിനെ കൊടുത്തില്ല. സ്വത്രം. കർത്താവിനെ കൊടുത്തില്ല. ഇപ്പൊ വാർദ്ധക്യകാലമായപ്പോ സ്വത്രം കർത്താവ് വേണം. സ്വത്രം. വാർദ്ധക്യകാലമായപ്പം കർത്താവ് വേണം. ഇനി സുവിശേഷം വില ചെയ്യാൻ നിൽക്കുക. എനിക്ക് ചിരി വന്നു സത്യത്തിൽ. പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന്. സ്വത്രം. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം അനുസരണവും ദൈവകൃപയും ദൈവത്തിന്റെ വചനവും കൂടെ ഒന്ന് കൊടുത്തിട്ട് മാതൃകയോടെ ദൈവസേന ഒന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. സ്വത്രം. അങ്ങനെയാണ് ഈ മക്കൾ അപ്പനെ കളയുമായിരുന്നു. ഏതെങ്കിലും ഒരു കൊച്ചിന്റെ അകത്ത് ഒരു മനസാക്ഷി തോന്നുമായിരുന്നു. എനിക്ക് അപ്പച്ചനെ കണ്ടിട്ട് ചിരി വന്നു സത്യത്തില്. എന്നിട്ട് ഞാനിങ്ങനെ ഓർത്തേടാ, ഈ ആൾ ഇത്രയൊക്കെ ആയിട്ട് പോയി ഇയാൾ ഇതിന് പഠിച്ചില്ലല്ലോ. ഇപ്പൊ കർത്താവിന്റെ വേലയെ നടക്കുക. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾക്കറിയാമെങ്കിൽ പറ. എന്നെ കേൾക്കുന്ന, ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും സഹോദരങ്ങളോടും എൻ്റെ സഭയിലെ കൂട്ടുവിശ്വാസികളോടും ഒക്കെ ഞാൻ പറയുക, ദൈവത്തെ മറന്ന് ലോകത്തെ സ്നേഹിച്ച് ലോകം വെട്ടിപ്പിടിക്കാൻ ഓടുമ്പം ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മറന്നുപോയ ആ അപ്പച്ചനെ പോലെ ഒടുവിൽ ആരുമില്ലാത്തവരായിത്തീരും. ഇപ്പൊ വയസ്സാം കാലത്ത് കർത്താവിനെ വേണം, കർത്താവിനെ മുറുകെ പിടിക്കുക. നല്ല കാര്യം. അങ്ങനെയെങ്കിലും തോന്നിയല്ലോ. അങ്ങനെയെങ്കിലും തോന്നിയല്ലോ. നമ്മൾ എത്ര കേട്ടാലും, നമ്മൾ എത്ര കണ്ടാലും നമ്മൾ പഠിക്കത്തില്ല. പക്ഷെ പഠിക്കുന്നതും പഠിപ്പിക്കുന്ന ഒരു ദിവസം വരും. സ്വത്രം. ഞാൻ ഓർത്ത്, അയർലൻഡിലുള്ള മോനും കുടുംബവും, ഇംഗ്ലണ്ടിലുള്ള മോളും കുടുംബവും, ബാംഗ്ലൂർ IT കമ്പനി ജോലി ചെയ്യുന്ന മോനും കുടുംബം, ഒരു മോളേ ഉള്ളൂ. ഇവർക്ക് ആർക്കെങ്കിലും ഈ അപ്പനെ ചേർത്ത് പിടിച്ചിടായിരുന്നു. എന്താ പറ്റാഞ്ഞത്? അപ്പൻ ദൈവത്തെ അറിഞ്ഞില്ല. അപ്പൻ ദൈവത്തെ അറിഞ്ഞില്ല. അമ്മാമ്മ നേരത്തെ പോയി. സ്വത്രം. സ്വത്രം. യോസേഫ് വാവിട്ട് പൊട്ടിക്കരഞ്ഞതേ സ്വത്രം എന്തിനാന്നറിയാമോ? യോസഫ് വാവിട്ട് പൊട്ടിക്കരഞ്ഞ എന്തിനാണെന്നറിയാമോ? തങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ നോർത്ത. ഇന്നലെ അവര് പറഞ്ഞ എന്തുവായിരുന്നു? നീ കുഴിന്ന് കയറി വന്നെങ്കിലല്ലേ രാജാവാകത്തുള്ളൂ. അങ്ങനല്ലേ പറഞ്ഞത്? അവിടെ കടയടാ, നീ അവിടെ കിടന്ന് ചാവ്, നീ ഞങ്ങളുടെ രാജാവാകുമെന്ന് പോലും. സ്വത്രം. അവരറിഞ്ഞില്ല ദൈവം ഒരിക്കൽ പദ്ധതിയായി പൊട്ടക്കിണറന്ന്. സ്വത്രം. അവരറിഞ്ഞില്ല യോസേഫ് പൊട്ടക്കിണറ്റിൽ വീണത് ദൈവം അറിഞ്ഞിട്ടാന്ന്. സ്വത്രം. ഇട്ടേച്ചങ്ങ് പോയി. എന്നെ ഞാനിങ്ങനെ ചെയ്തു, ഒരു വലിയ കല്ലെടുത്ത് അവനെ തലയിടാൻ അതിന് ഭാഗ്യമായി. സ്വത്രം. ഇടാൻ വിചാരിച്ചാ ഇടുവോ? ഇനി ഇട്ട അവന് മേൽ കൊള്ളുവോ? കാരണം എന്താ? ദർശനത്തിന്റെ പൂർണ്ണത നിന്നിൽ വെളിപ്പെടുന്ന കാലം വരെയും
ദർശനത്തിന്റെ പൂർണ്ണത നിന്നിൽ വെളിപ്പെടും കാലം വരെയും ഒന്നിനാലും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. സ്വത്രം. ആരാ ദർശനം കൊടുത്തത്? സർവശക്തനായ ദൈവമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതറിയണം. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. സ്വത്രം. നിന്റെ സന്തതി 58:12. സ്വത്രം. ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിരും, നിർത്താം. 58:12. സ്വത്രം. നിന്റെ സന്തതി, സ്വത്രം, പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. ഒറ്റ കാര്യം അതിനകത്ത് പറയട്ടെ, നാളുകളായി നീ ആഗ്രഹിക്കുന്നുണ്ട് പലതും. എന്റെ കടഭാരം മാറണം, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാവണം, എന്റെ ഭവനത്തിന് ദുസ്ഥിതി മാറണം, അല്ലേ? സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ എനിക്കും ഒന്ന് നിവർന്നു നിൽക്കണം. ഒത്തിരി പ്രതീക്ഷകളാ. പക്ഷെ ആ പ്രതീക്ഷകളൊന്നും തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കാതെ വന്നപ്പോ തന്റെ മക്കളെ നോക്കി അപ്പൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല, എന്റെ മക്കളെ നീ മറന്നു കളയല്ലേ, എന്റെ മക്കളെ നീ കൈവിടല്ലേ, തള്ളിക്കളയല്ലേ. ആ അപ്പൻ ഹൃദയവേദനയോടെ രാത്രി യാമങ്ങളും പകലുകളും മക്കളെ ശപിക്കാതെ, മക്കളെ കുറ്റം വിധിക്കാതെ, മക്കളെ തള്ളിക്കളയാതെ, മക്കളെ ചീത്ത പറയാതെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉത്തരം. ആ പ്രാർത്ഥന ഉയരത്തു നിന്ന് ദൈവം കേട്ടു. ഒരു ഗതിക്കും പരഗതിക്കും വകയില്ലാതിരുന്നിട്ടും അപ്പന്റെ മക്കൾ പഠിച്ചു വളർന്നു. ഉത്തരം. അപ്പന്റെ മക്കൾ പഠിച്ചു വളർന്നപ്പോൾ സ്വർഗം അവനെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ഉത്തരം. ഇപ്പൊ മോൻ അയർലൻഡിൽ ഇരുന്നോണ്ട്, മോൾ ഇംഗ്ലണ്ടിൽ ഇരുന്നോണ്ട്, മരുമോൻ ജർമ്മനി ഇരുന്നോണ്ട് വിളിക്കുക, അപ്പച്ചാ അവിടെ ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങണം, അതിനൊത്തിരി വലിയ വീട് വെക്കണം, അപ്പച്ചനെ വേണ്ട ക്രമീകരണം ചെയ്ത പൈസ ഞാൻ തരാം. അത്ര അപ്പച്ചൻ മക്കളെ ഇത് പൈസ വാങ്ങിച്ചു, അപ്പച്ചൻ വീട് പണി തുടങ്ങി. സ്വത്രം. വീടെല്ലാം വെച്ച് പാല് കാച്ചി. സ്വത്രം. അനുഗ്രഹിക്കപ്പെട്ട വീടായി. സ്വത്രം. അപ്പച്ചനോടൊന്ന് ചോദിക്കാം, അപ്പച്ചോ സന്തോഷമുണ്ടോ, സുഖമാണോ? സ്വത്രം. എന്താ കുഞ്ഞ വായിച്ചത്? നിന്റെ സന്തതി അപ്പച്ചൻ പറയും, സഹോദരാ, എന്റെ മോനെ, എന്റെ മോൻ അവൻ അയച്ചു തന്ന പണമായത്. ഒരിക്കലും എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഞാൻ ചിന്തിച്ച സ്ഥാനത്ത് എന്റെ മക്കള് കൊണ്ടുവന്നതാ, ദൈവം തന്നതാ, ദൈവമാണ് ഞങ്ങളെ ഉയർത്തിയത്. ഇത് പറയാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അത് പറയണമെങ്കിലേ നിന്റെ മക്കളെ നീ ദൈവത്തിന് ഭയമുള്ളവളാക്കി വളർത്ത്. തങ്ങളി പഴിയാരിയും കുറ്റം പറഞ്ഞും പരിഹസിച്ചും മറ്റുള്ള മത്സരിച്ചും പിണങ്ങിയും ജീവിതത്തെ കരിപിടിപ്പിച്ച് ശാപം വരുത്തി വെക്കാതെ അപ്പൻ പറയുക. എന്താ വാക്യം വായിച്ചത്? പാതകൾ യഥാസമയം ഞാൻ നിനക്ക് പേർ പറയുന്നത്, നിന്റെ മോനല്ല. മനസ്സിലായോ? നിന്റെ മോനല്ല, നീ. അതാ വചനം പറയുന്നത്. നിന്റെ സന്തതി നീ ആഗ്രഹിച്ചത് പണിയും, നിന്റെ സന്തതി നീ സ്വപ്നം കണ്ടത് പണിയും. സ്വത്രം. വഴിയില്ലാത്തടത്ത് വഴിയൊരുക്കി അവൻ നിനക്ക് നിന്റെ വീട്ടിൽ വാഹനത്തിനകത്ത് കയറി ചെല്ലാൻ. അത് വചനം അതിനകത്ത് അങ്ങനെ പറഞ്ഞേക്കുന്നത്.
പാതകളെ യഥാസ്ഥാനമാക്കും. നിന്റെ അപ്പൻ വഴിയിൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. പാറക്കല്ല് ചവിട്ടി, കുറ്റിക്കകത്ത് തട്ടി, സ്വത്രം അതുപോലെ തന്നെ പോകുന്ന വഴി ചറഞ്ഞു വീണ് പോകാൻ അനുവദിക്കത്തില്ലെന്ന്. നല്ല സുന്ദര റോഡും നല്ല വീടും ഒക്കെ കർത്താവ് നിന്നെ ഉയർത്തോടാത്. വേണോ? അതോ ഇങ്ങനെ തീട്ടം നിന്ന് നടക്കുന്ന പോലെ ഇങ്ങനെ അയ്യ എന്ന് പറഞ്ഞ് നടന്നാ മതിയോ? സ്വത്രം യേശു കർത്താവ് പഠിപ്പിച്ചതാ, നിന്റെ മക്കളെ നിനക്കൊരനുഗ്രഹമാ, അത് തിരിച്ചറിയാൻ ശ്രമിക്കണമെന്ന്. ഈ 2025 അവസാന നിമിഷം ഈ ദൂത് ദൈവം തന്നത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയാ. ഇത് ഞാൻ എഴുതി ക്രമീകരിച്ചുകൊണ്ടൊന്ന് ദൂതല്ല. ഇന്ന് രാവിലെ വരുമ്പോഴും വേദനയോടെ ഇവിടെ ഇരുന്ന് കരയുകയായിരുന്നു ഞാൻ. അപ്പൊ ദൈവാത്മാവ് ഈ സങ്കീർത്തനം എന്റെ കൈ തന്നു. ആ സങ്കീർത്തനത്തിനകത്തൊരു വാക്യം മാത്രം പ്രസംഗിച്ചിരിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ കർത്താവ് തന്ന ദൂത് വലുതാ. സ്വത്രം നിന്റെ സന്തതി സ്വത്രം തോറ്റുപോകുമെന്നല്ല, നീ ഒരു ദരിദ്രനായി തീരുമെന്നല്ല. സ്വത്രം നിന്റെ സാഹചര്യങ്ങളെ മുഴുവനും മാറ്റും ദൈവം. സ്വത്രം ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാം നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും നീ സേവിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർത്തപ്പെടും. നിന്റെ സന്തതി ലോക രാജ്യങ്ങളെ കീഴടക്കും. സ്വത്രം ഒരാമയും പറയാമെങ്കിൽ പറ. സ്വത്രം ഒറ്റ കാര്യം പറയുമ്പോൾ കറക്റ്റ് സമയമാവും. സ്വത്രം പണ്ട് നമ്മുടെ അപ്പച്ചന്മാര് സ്വത്രം ഈ വീടുകളിലാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഈ പള്ളി പടിസൗടങ്ങളും പള്ളികളൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പെന്തിക്കോസിന്റെ ആരാധന എന്ന് പറഞ്ഞ ചെറ്റക്കുടലുകളിനകത്ത് ഓല കീറിക്കെട്ടിയതിനകത്തൊക്കെയാ. സ്വത്രം അങ്ങനെ ആരാധനയ്ക്ക് സ്ഥലമില്ലാതെ സ്വത്രം ആൾക്കാർ കൂടി വന്നപ്പോ പിന്നെ പലരെയും പറമ്പ് കൊടുത്തു. പാസ് ഇവിടെ ഷെഡ് വയ്ക്കാം, നമുക്ക് ആരാധിക്കാം. സ്വത്രം ഈ ഷെഡ് കൊടുത്ത സമയത്ത് കൂടെ ഒന്നും ഒരു കൂട്ടുവിശ്വാസിയും പോലും പറഞ്ഞില്ല കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന്. ഇപ്പോഴാണെങ്കിലോ കൊടുക്കല്ലേ, അയാൾക്ക് വസ്തു കൊടുക്കല്ലേ. കൊടുത്ത അയാൾ അവിടെ കയറി കൂട് വയ്ക്കും, പിന്നെ അയാൾ അത് എഴുതി വാങ്ങിക്കും. പക്ഷെ അന്നുള്ളവർക്ക് ആ പേടി ഉണ്ടായിരുന്നില്ല. കാരണം അവര് ഇവിടെ ഉള്ള ജീവിക്കാൻ വന്നവരാണ്, സ്വർഗത്ത് വന്നവരാ. അതുകൊണ്ട് അവർക്ക് എങ്ങനെയാലും സ്വർഗത്ത് പോകണം, കർത്താവ് വരുന്നതിന് വേണ്ടി എങ്ങനെ ജീവിക്കാം, അത് മാത്രം അവർ അന്ന് ചിന്തിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? സ്വത്രം ദൈവത്തെ ആരാധിക്കാൻ ആര് എവിടെ ഇടം കൊടുത്തോ, അത് വീടിനകത്തായാലും അവരെ പറമ്പിലായാലും ഇനി അവരെ ഗ്രാമത്തിലായാലും ആരിടം കൊടുത്തിട്ടുണ്ടോ അവരും അവരുടെ സന്തതിയും ഭൂമിയിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ആലയം ഇവിടെ വെച്ചപ്പോ പലരും പല മാനദണ്ഡത്തിലാണ് കണ്ടത്. പല മാനദണ്ഡത്തിൽ എനിക്കെല്ലാം എൻ്റെ മനസ്സിലെപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ അന്ന് ആ ആരാധന ഇല്ലാതിരുന്ന സമയത്ത് നിനക്ക് എത്ര പേർക്ക് ഭാരം തോന്നി? സ്വത്രം എത്ര പേർക്ക് ഭാരം തോന്നി? തോന്നിയില്ല. ഇപ്പോഴാലയം വന്നപ്പോ പല കുറ്റങ്ങളും കുറവുകളാണ് നമ്മൾ കാണുന്നത്. എടാ, ആരാധിക്കാൻ ഇടം കിട്ടിയല്ലോ, സന്തോഷമെന്നല്ല. അവിടെയാണോ, അവരാണോ, ഇവിടെയാണോ, ഇതാണോ? ചോദ്യമാ, ഒരു 100 ചോദ്യം. 2 സെക്കൻഡ്. ആശാരി ഉപദേശി കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു കള്ളുമറിയാമ്മ അവിടെ വാറ്റുചാരായം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മറിയാമ്മ ചന്തയിലുണ്ടായിരുന്നു. ആ മറിയാമ്മ ഈ ചാരായം വിറ്റിരിക്കുന്ന സമയത്ത് ഉപദേശി ആ ചന്തയിൽ ഒരു കൺവെൻഷൻ നടത്തിയത്. അപ്പൊ ഉപദേശി ഇങ്ങനെ നിന്നോട് വിളിച്ചു. ഉപദേശിക്ക് അറിയത്തില്ല അങ്ങനെ മറിയാമ്മ ഉണ്ടോ എന്നൊന്നും ഉപദേശിക്ക് അറിയത്തില്ല. ഞാൻ ആ സ്ഥലത്ത് ആ ഉപദേശിയുടെ പാടാൻ പോയിട്ടുണ്ട്, കോട്ടയത്ത്. ഇടി കള്ളു വിൽക്കുന്നവളെ, ഇപ്പൊ നീ മാനസാന്തരപ്പെട്ടു വന്നില്ല, നിന്നെ ലോകം വലിച്ചു കീറുടിയുന്നു. ഈ മറിയാമ്മ ചാടിക്കയറി ഉദ്ദേശിയെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കയറി. മറിയാമ്മ അങ്ങ് മാനസാന്തരപ്പെട്ടു.
മറിയാമ്മ മാനസാന്തരപ്പെട്ടപ്പം സ്വത്രം പഴയ കുടിയന്മാരും പറ്റുകാരും ഒക്കെ ഉണ്ടല്ലോ, മറിയാമ്മ അടുത്ത് വന്നു. മറിയാമ്മ പറഞ്ഞു, മോനെ, പഴയ മറിയാമ്മയല്ല ഞാൻ കേട്ടോ, ഞാനിപ്പോൾ പുതിയൊരു മറിയാമ്മയാണ്, ഞാൻ യേശുവിൻ്റെ മറിയാമ്മയാണ്. അതുകൊണ്ട് മക്കളിപ്പോ സ്വത്രം. അപ്പോൾ അവന്മാർ പറഞ്ഞ്, മറിയാമ്മ അന്ന് 50 തന്നോളൂ, ഇപ്പം 500 തരാം, ഒരു ഗ്ലാസ് തന്നാൽ മതി, ഒരു ഗ്ലാസ് തന്നാൽ മതി. അപ്പം അന്ന് 100 തന്നു, അപ്പം 500 തരാം. മറിയാമ്മ പറഞ്ഞൊരു വാക്ക് ഉപദേശിയാവുന്നത് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞൊരു കാര്യം കേൾക്കണം. എടാ, നിന്റെ 500ഉം 1000ത്തിനും അല്ല ഞാൻ യേശുവിന് വേണ്ടി എന്നെ കൊടുത്തത്, എൻ്റെ പ്രാണന്റെ വില മുഴുവത്തേക്കാൾ വലിയതായതുകൊണ്ട്. ഇന്നലെ വരെ അത് പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതിന് ആ തിരുവനന്തപുരത്ത് കിടക്കുന്ന ആ ഉപദേശി ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു, ആശാരി ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു എന്നെ പണിതെടുക്കാൻ. അത്ര ആ മറിയാമ്മ ഇന്ന് കോട്ടയത്തെ കോടീശ്വരിയാ. അത്ര എന്നെ നന്നാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ആശാരിയെ കൊണ്ടുവന്നത് ആ മറിയാമ്മയുടെ സാക്ഷിയാ. നമ്മക്ക് എത്ര കേട്ടാലും ഇതിലെ കൂടെ കെട്ടിലൂടെ പോകും. ഇത് ആശാരി ഉപദേശിയല്ല, ഇത് പോൾ വിളക്കവട്ടമാ. ചങ്ക് പൊട്ടിയ ഞാൻ ഈ ദേശത്ത് വന്നത്. ആ കണ്ണുനീരിന്റെ ദൈവം പ്രതിഫലം തന്നു. ഈ നിമിഷം വരെയും അഭിമാനത്തോടെ പുസ്തകം പിടിച്ചോടിക്ക് പറയാൻ പറ്റും. ലോകത്തിന് ദൃഷ്ടി ഞാനൊരു ഭോഷനാണെങ്കിലും എൻ്റെ ദൈവത്തിന് ദൃഷ്ടി ഞാൻ ശ്രേഷ്ഠനാണ്. നിങ്ങൾ ആരെല്ലാം എന്നെ ഭോഷനായി ഏതെല്ലാം നിലവാരത്തിൽ തള്ളിക്കളഞ്ഞാലും എൻ്റെ കർത്താവ് എന്നെ നടത്തും. കാരണം ഇനിയും എനിക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ആ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന സമയം വരെ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഒരു കാര്യം എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ നന്നാവത്തില്ല മനുഷ്യ. എൻ്റെ ഭാര്യ പറഞ്ഞതാ, നിങ്ങൾ നന്നാവത്തില്ല. എന്താ എൻ്റെ കാര്യം എന്നറിയാമോ? ഈ സഹായം നിങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ കിട്ടുന്ന എല്ലാ നാട്ടുകാർക്ക് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടി ചെലവിടുന്നത് നിങ്ങൾ നന്നാവത്തില്ല. ശരിയല്ലേ? കുടുംബം, കുഞ്ഞുങ്ങൾ, ഇതൊന്നും ഒരു നോട്ടമില്ല. സ്വത്രം ഒരു നോട്ടമില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് സന്തോഷത്തോടെ, എപ്പോൾ ചെന്നാലും ചായ റെഡിയാൻ വേണ്ടി. എൻ്റെ പോക്കറ്റും തപ്പാറില്ല, പേഴ്സും തപ്പാറില്ല. അങ്ങൊരു നല്ല ഭാര്യ എനിക്ക് കിട്ടി. നല്ല ഭാര്യ എനിക്ക് കിട്ടി. ഞാനത് അഭിമാനം കൊള്ളുക. ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കൊച്ചു കുടുംബം. കർത്താവ് ഞങ്ങൾക്ക് നായകനായുള്ളതുകൊണ്ട് ഈ 2025 അവസാന ഞായറാഴ്ച നിങ്ങളോട് പറയട്ടെ, അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവ് അത്രയെന്ന് പാടാൻ മനസ്സുണ്ടാകുമെങ്കിൽ അത് അങ്ങനെ ആയട്ടെ പാടാവുള്ളൂ. കർത്താവ് ബാക്കിയെല്ലാം ഞാൻ തന്നോളും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എന്താ ജോസഫ് പറഞ്ഞത്? എല്ലാവരും എന്നെ മറന്നു, പക്ഷേ ആരും മറന്നില്ല എനിക്ക് ദർശനം തന്ന എൻ്റെ അപ്പൻ്റെ ദൈവം. നമുക്ക് പറയാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ, എൻ്റെ അപ്പൻ്റെ ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അപ്പന്മാര് പലരും എവിടെ ഇല്ല, നമ്മോടുകൂടെ ദൈവസന്നിധിയിൽ ഇല്ല. അപ്പൊ പിന്നെ എന്ത് പറയാൻ പറ്റും? എൻ്റെ ദൈവം അത് പറയാമോ? അത് പറയാമോ? എൻ്റെ ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഒന്ന് പറഞ്ഞേ, നെഞ്ചത്തുനിന്ന് കൈവച്ചറ. എൻ്റെ ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2026 ആ അത്ഭുതങ്ങളുടെ വർഷമായി മാറാൻ സ്വർഗത്തിന് മുമ്പുള്ള സകല അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.